24-ന്റെ ഒരു ഇമ്പാക്ട് വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡ് അജിത് കുമാറിന്റെ വാഹനത്തിലെ അനധികൃത ബോർഡുകൾ നീക്കിയിരിക്കുന്നു. പോലീസ് വിജിലൻസ് വകുപ്പുകളുടെ ബോർഡാണ് നീക്കിയത്. വാഹനത്തിലുണ്ടായിരുന്ന ബീക്കൺ ലൈറ്റും എടുത്തുമാറ്റി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഫിഷറീസ് വകുപ്പിന്റെ നടപടി. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുകയാണ്. റിനു, 24 ഈ ഒരു വാർത്ത നൽകി അതിനുശേഷം ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ് നമ്മൾ ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള മറൈൻ എൻഫോഴ്സ്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് ഗാർഡായിട്ടുള്ള അജിത് കുമാർ അനധികൃതമായിട്ടുള്ള ബോർഡുകൾ വെച്ചുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുന്നു എന്നുള്ള വാർത്ത നൽകിയിരിക്കുന്നത്. അതായത് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ വാഹനമാണ്. പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലെത്തിയ ഈ ഉദ്യോഗസ്ഥൻ പോലീസിന്റെയും വിജിലൻസിന്റെയും ബോർഡുകൾ ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ആ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് ഇടപെട്ടിരിക്കുന്നു, നടപടി എടുത്തിരിക്കുന്നു. തുടർന്ന് ഈ പോലീസ് അതുപോലെ തന്നെ വിജിലൻസ് ബോർഡുകൾ നീക്കം ചെയ്തിരിക്കുന്നു. നമുക്ക് ദൃശ്യത്തിൽ നിന്ന് കാണാൻ കഴിയും അത് ബീക്കൺ ലൈറ്റ്, ഒപ്പം അനധികൃതമായിട്ടൊരു ബീക്കൺ ലൈറ്റ് ഈ വാഹനത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കാരണവശാലും പോലീസിന്റെയോ വിജിലൻസിന്റെയോ അധികാരം ഈ ഉദ്യോഗസ്ഥന് ഉണ്ടായിരുന്നില്ല. ഈ ബീക്കൺ ലൈറ്റ് വെക്കാനുള്ള അധികാരവും ഇവർക്കില്ല. തുടർന്നാണ് ഇന്നിപ്പോൾ ഫിഷറീസ് വകുപ്പ് ഇടപെടുകയും ഇന്നലെ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് ഈ ബോർഡുകളെല്ലാം തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഫിഷറീസ് വകുപ്പിന്റെ കീഴിലാണ് ഈ മറൈൻ എൻഫോഴ്സ്മെന്റ് വരുന്നത്. ഈ മറൈൻ എൻഫോഴ്സ്മെന്റിലെ ചീഫ് ഗാർഡാണ് ഈ ഉദ്യോഗസ്ഥൻ. പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയി എന്നുള്ള ഒരു കാര്യം മാത്രമാണുള്ളത്. പക്ഷേ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ മറൈൻ എൻഫോഴ്സ്മെന്റിൽ എത്തിയപ്പോഴും അദ്ദേഹം ഈ പോലീസിന്റെ സ്റ്റിക്കറും ഈ ബീക്കൺ ലൈറ്റും ഒക്കെ തന്നെ ഉണ്ടെങ്കിലേ ആ വാഹനത്തിൽ സഞ്ചരിക്കൂ എന്നുള്ള ഒരു ഇടപെടലിലൂടെയാണ് ഇത്തരം നീക്കം നടത്തിയത്. തുടർന്ന് ഇപ്പോൾ 24 വാർത്തയ്ക്ക് പിന്നാലെ ഇതെല്ലാം തന്നെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം. വാഹനത്തിൽ ഇപ്പോൾ മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നുള്ള ഒരു ബോർഡ് മാത്രമാണ് ഉള്ളത്. പ്രജിൻ, ദിൽന. യെസ്, റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.